പത്തനംതിട്ട കോന്നി CFRD കോളേജിലെ വാട്ടർ ടാങ്കിൽ ചത്ത പാമ്പിനെയും ഉടുമ്പിനെയും കണ്ടെത്തി. കുട്ടികൾ മുഖം കഴുകാനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഈ വാട്ടർ ടാങ്കിലെ വെള്ളമാണ്. കോന്നി CFRD കോളേജിന്റെ വാട്ടർ ടാങ്കിലാണ് ചത്ത നിലയിൽ ഉടുമ്പിനെയും അതേപോലെ തന്നെ പാമ്പിനെയും കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ അതിനു മുമ്പ് ഒരു കാര്യം പറയണം. ഈ വാട്ടർ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോളേജിന്റെ വാട്ടർ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട പരിസരമാണ് ഈ കാണുന്നത്. പൂർണ്ണമായിട്ടും കാട് പിടിച്ച നിലയിൽ വാട്ടർ ടാങ്കിന് മുകളിലുള്ള സുരക്ഷ ഈ ഷീറ്റൊക്കെ തന്നെ തകർന്ന നിലയിലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഒരു ചത്ത ഉടുമ്പിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വെള്ളത്തിനടിയിൽ ചത്ത നിലയിൽ കാണുകയാണ്. അതും ദിവസങ്ങളോളം ആയി എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ആ ഒരു രീതിയിലാണ് അത് ചത്ത് കിടക്കുന്നത്. അതിന് ചുറ്റും ഇപ്പോൾ വലിയ രീതിയിലുള്ള കാടും കാര്യങ്ങളൊക്കെയാണ് ഈ വാട്ടർ ടാങ്കിൻ്റെ ഒക്കെ ചുറ്റും തന്നെ. ഇപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളോട് നമുക്ക് ചോദിക്കാം. വാഷ്റൂം യൂസ് ചെയ്തപ്പോഴത്തേക്കും ഇവർക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നി. അങ്ങനെ ഒരു മണത്ത് നോക്കി, വെള്ളം മണത്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല തീക്ക് സ്മെല്ല് അനുഭവപ്പെട്ടു. അങ്ങനെ അത് യൂണിയൻകാരെ നമ്മളെ അറിയിക്കുകയും നമ്മൾ അങ്ങനെ പോയി മേളത്തെ കോളേജിൻ്റെ വാട്ടർ ടാങ്കിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു പാമ്പ് ചത്ത് കിടക്കുക. വേറെ പാമ്പ് ചത്ത് കിടക്കുന്നു. അതുപോലെ ഒരു കുറച്ച് വാൽമാക്കറുകൾ കിടക്കുന്നു. ചത്ത നിലയിൽ കണ്ടു. അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ വെള്ളം ഈ നിലയിലാണ് കാണുന്നത്. അതായത് നിങ്ങൾ തന്നെ കാണുന്നുണ്ട്, മാലിന്യമായി കിടക്കുന്നു. അങ്ങനെ അങ്ങോട്ട് പോയി നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു ഉടുമ്പ് ചത്ത് കിടക്കണേ കണ്ടു. നമ്മൾ പലതവണ മാനേജ്മെന്റിന് കത്ത് കൊടുക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തതാണ്. അപ്പം അവർ ഇതിനെപ്പറ്റി വേണ്ട നടപടി ഇവിടെ നോക്കി നടത്താൻ വേണ്ടി എപ്പോഴും ആളൊന്നുമില്ല. തന്നെ മാറിയാണ് വരുന്നത്. അപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അവരെ കൊണ്ട് പറ്റുന്നില്ലെന്നാണ് നമുക്കിപ്പം അറിയാൻ പറ്റുന്നത്. നിങ്ങൾ ഈ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം, കുടിക്കാൻ മിനറൽ വാട്ടർ വെളിയിൽ നിന്നാണ് വരുന്നത്. ബാക്കി കൈ കഴുകാൻ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എല്ലാം ഈ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം ഇത് നേരെ താഴെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്, അവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ട് അടിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ കോളേജിലോട്ട് പൈപ്പിലോട്ട് ഈ വെള്ളം പോകുന്നത്. എന്തായാലും ഗവൺമെന്റിന്റെ അണ്ടറിൽ സിവിൽ സപ്ലൈസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജിലാണ് ഇത്രയേറെ ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു വാട്ടർ ടാങ്ക്, അതിപ്പോൾ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നതാണെങ്കിലും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണെങ്കിലും വെള്ളം ശേഖരിച്ചു വെക്കുന്ന ടാങ്കിൽ ഇത്രത്തോളം മലിനകരമായ രീതിയിൽ അത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.